നമ്മളിനി ചെട്ടിക്കുളങ്ങരയിലേക്കാണ് പോകുന്നത്. ചെട്ടിക്കുളങ്ങര കുംഭഭരണിയുടെ കെട്ടുകാഴ്ചകൾ അല്പസമയത്തിനകം കാഴ്ചക്കണ്ടത്തിലേക്ക് നീങ്ങും. കരങ്ങളിൽ കെട്ടുകാഴ്ചകൾ എത്തിക്കാനുള്ള ഒരുക്കങ്ങൾ അവസാന വട്ടത്തിലാണ്. ചെട്ടിക്കുളങ്ങരയിൽ നിന്ന് രഞ്ജിത്ത് രാമചന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ചെട്ടിക്കുളങ്ങര കുംഭഭരണി അതിന്റെ പ്രൗഢ ഗാംഭീര്യതയോടെ പുരോഗമിക്കുകയാണ്. പ്രധാനമായും എന്റെ തൊട്ടുപുറകിൽ കാണുന്നത് ഈ 13 കരകളിൽ 7ാം കരയായ പേള കരയോഗത്തിന്റെ കെട്ടുകാഴ്ചയാണ്. അല്പസമയത്തിനകം ഈ കെട്ടുകാഴ്ച നമ്മുടെ കാഴ്ചക്കണ്ടത്തിലേക്ക് പോകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ കുറേ മാസങ്ങളായി, നമുക്കറിയാം, കുറേ ദിവസങ്ങളായുള്ള വലിയ അധ്വാനത്തിന്റെ ഭാഗമായാണ്, അധ്വാനത്തിന് ശേഷമാണ് ഈ കെട്ടുകാഴ്ച തയ്യാറാകുന്നത്. അതിന്റെ ഏതാണ്ട് അവസാന സ്റ്റേജിലേക്ക് നീങ്ങുകയാണ് എന്നുള്ളതാണ്. ഏറ്റവും താഴെ നമുക്ക് പേള കരയോഗം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. തൊട്ട് മുകളിൽ കാണുന്ന പ്രഭട നമുക്ക് കാണാം, മേൽക്കൂടാരം അതിന്റെ മുകളിലുണ്ട്, നാമ്പ്, അങ്ങനെ വലിയ തോതിലാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് ഒരു വലിയ അധ്വാനമാണല്ലേ ഇതിന്റെ ഒരു പുറകില്? ഭയങ്കര അധ്വാനം. എത്ര ദിവസത്തെ ഒരു പരിപാടിയാണിത്? ഇപ്പൊ ഒരു 2 ആഴ്ച ഉണ്ട്. 2 ആഴ്ചയായിട്ട് ഇതിന്റെ പുറകിലാണ് നിങ്ങളെല്ലാം അല്ലേ? ഇന്നിപ്പോ അല്പസമയത്തിനകം കാഴ്ചക്കണ്ടത്തിലേക്ക് ഇത് പോകും അല്ലേ? അതാണ് അതിന്റെ ഒരു രീതി. ആരാണ് ഇതിന്റെയൊക്കെ പുറകിൽ? ഒരുപാട് ആളുകളുണ്ടല്ലോ അല്ലേ? രാവിലെ സംസാരിച്ചു. അവര് എവിടെയാണ് അവരൊക്കെ ഉള്ളത്? എല്ലാരും ഉണ്ട്. എത്ര മണിക്കാണ് ഇത് വലിക്കുന്നത്? 4:30 ആയി. എല്ലാ 13 കരക്കാരുടെ ഒരു ഇതാണ്, ഒരു ശക്തിയായിട്ട് ഇങ്ങനെ പോവാണ്. ഇത് ഈ നമ്മുടെ മനുഷ്യാധ്വാനത്തിലാണ് ഇതെല്ലാം കൊണ്ടുപോകുന്നത്. അതില് വെറും കൈകൊണ്ട് മാത്രം, ഒരു ആണിയോ ഒന്നും ചെയ്യാതെ കൈ കൊണ്ട് മാത്രം, കയർ കൊണ്ട് മാത്രം കെട്ടുന്ന ഒരു സാധനമാണ്. ഒരു ആണിയോ ഒരു സാധനം ഇതിനകത്ത് വരില്ല. അങ്ങനെ കൊണ്ടൊരു കാര്യം ഒന്നും വരത്തില്ല. നമ്മളതിൽ പിന്നെ കമ്പും വെച്ച് തിരിക്കും. മനുഷ്യന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്ന എടുക്കുന്ന എല്ലാം തന്നെ. അങ്ങനെയാണ് ഇതിന്റെ തത്വം. ഇരുമ്പായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ. എത്ര കിലോമീറ്റർ ഉണ്ട് ഇവിടെ അമ്പലത്തിലേക്ക്? ഇവിടുന്ന് 1-2 കിലോമീറ്റർ. 2 കിലോമീറ്റർ ദൂരം നമ്മള്. ഇതിപ്പം ഞങ്ങൾക്ക് ഇതാണ് പ്രശ്നം. വേറെ ചില ആൾക്ക് സ്ഥലമുണ്ട്, അത് കണ്ടത്തിൽ കൂടെ കയറ്റി ഭയങ്കര പ്രയാസമായിട്ടാണ്. ഇത് വലിയ പാടായിട്ട് വരത്തില്ല. റോഡ് ഉണ്ടായിട്ട് നമുക്ക് സ്റ്റേറ്റ് റോഡ് പോയി അമ്പലത്തിൽ ചെന്ന് ഇരിക്കേണ്ട ആവശ്യം. വെള്ളമാണ് കണ്ടങ്ങളിൽ. അവിടുന്ന് വലിച്ചഴിച്ച് എന്തായാലും 7:30 ദീപാരാധനയ്ക്ക് മുമ്പ് വീട്ടിൽ. എത്ര അടി പൊക്കം കാണും കുതിരയ്ക്ക്? ഇത് 21 കോലം എന്നൊക്കെയാ പറയുന്നത്. ഇതിപ്പോ വന്നേക്കുന്നത് 100 അടി. അപ്പൊ കൊറേ അല്ലേ? എത്ര? 101.4 വരും. 101.4 വരും. ഇത് എല്ലാ വർഷവും നമ്മൾ ഈ വലിപ്പങ്ങൾ വ്യത്യാസം വരും. അത് ഓരോ തരത്തിലാണ്. ചില വർഷങ്ങളിൽ വലിപ്പം മാറ്റാറുണ്ട്. അത് ഈ കരകൾ നമ്മളുടെ കോമ്പറ്റീഷനിൽ ചിലപ്പോൾ മാറ്റാറുണ്ട്. വേളക്കരക്കട നേരത്തെ പോലെ പണ്ട് ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു കുതിരയായിരുന്നു. പിന്നെ അത് കുറച്ച് ചില പ്രശ്നങ്ങളായിട്ട് പോയി. പിന്നെ അതിപ്പോ മറ്റേ അവരാണ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരോ കരക്കാർ കൂട്ടിക്കൊണ്ടിരിക്കുക. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ചില പ്രശ്നങ്ങൾ നിമിത്തം ഇറക്കിയില്ല ചില കുതിരകൾ. ഇപ്രാവശ്യം കറക്റ്റ് 7:30 മുന്നേ അതിറക്കാനുള്ള പ്ലാനിലാണ് എല്ലാവരും. 3-4 മണിക്ക് അതായത് ഈ പേള കരയുടെ കുതിര അല്പസമയത്തിനകം കാഴ്ചക്കണ്ടത്തിലേക്ക് നമുക്ക് ദൃശ്യങ്ങൾ അതിനുശേഷം കാണാം എന്നും പ്രതീക്ഷിക്കുകയാണ്. നമുക്ക് ആളുകളൊക്കെ തയ്യാറാകുകയാണ്. പേള കരയുടെ കുതിരയെ കൊണ്ടുപോകാൻ തയ്യാറെടുപ്പിലാണ്. ഇത് നമ്മുടെ കരയോഗത്തിന്റെ പ്രസിഡന്റ് കൂടിയാണ് ജിനു. എല്ലാം വലിയ ഒരു നാളത്തെ ഒരു അധ്വാനത്തിന് ശേഷം അല്ലേ? തീർച്ചയായിട്ടും വളരെ നാളത്തെ ഒരു അധ്വാനം. ഒരു വർഷം, കഴിഞ്ഞ വർഷം അറിയാലോ, ചില സാഹചര്യങ്ങൾ കൊണ്ട് കുംഭഭരണി നടക്കുവാൻ സാധിച്ചില്ല. അതിന് പ്രായശ്ചിത്തം ചെയ്യുന്ന രീതിയിലാണ് എല്ലാ കരകളും നമുക്ക് ആ സമയത്ത് തന്നെ, കൃത്യമായ സമയത്ത് തന്നെ പിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ന് ഇവിടെ നിന്നും തുടക്കം കുറിക്കുകയാണ്. 7 മണിക്ക് മുമ്പ് തന്നെ ക്ഷേത്രത്തിലെ എല്ലാ കരകളിലും എത്തി നമുക്ക് വളരെ മനോഹരമായിട്ട് തന്നെ ഈ വർഷത്തെ കുംഭഭരണി നടത്താൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അമ്മ അതിനെ അനുഗ്രഹിക്കും. അതിനേക്കാളുപരി അറിയാം, ഈ കെട്ടുകാഴ്ച എന്നൊക്കെ പറഞ്ഞാൽ ടെക്നിക്കലായിട്ടുള്ള യാതൊരു സപ്പോർട്ടും ഇല്ലാതാണ് ഇത്രയും വളരെ കുറഞ്ഞ 6 മുതൽ 9 ദിവസം വരെ എടുക്കുന്ന ആ ദിവസം കൊണ്ട് ഇത്രയും വളരെ ഇരിക്കുന്ന ആൾക്കാരെയൊക്കെ അറിയാം. വളരെ അവരുടെ എല്ലാം കഷ്ടപ്പാട്. ഇതൊന്നും തീർച്ചയായിട്ടും അവരെ സാമ്പത്തികം നോക്കാതെയൊക്കെയാണ് ഇതിനകത്ത് എല്ലാവരും സഹകരിക്കുന്നത്. അതിൽ ആ പകലില്ലാതെ അത് ഒരു ശക്തി തന്നെയാണ്, നമുക്ക് പറയാതിരിക്കാനൊക്കത്തില്ല. ആ സമയത്തെ കാലാവസ്ഥ അനുകൂലമായിട്ട് കിട്ടുന്നതും ഇതെല്ലാം ശക്തിയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും കൃത്യം 7 മണിക്ക് മുമ്പ് തന്നെ എല്ലാ കെട്ടുകാഴ്ചയും ക്ഷേത്രത്തിലെത്തി വളരെ മനോഹരമായിട്ട് ഈ ചടങ്ങ് പൂർത്തിയാക്കാൻ സാധിക്കും. ഇവിടെ 1.5 കിലോമീറ്ററോളം വരും. അറിയാം, നമുക്ക് ഇത്രയും വെയിറ്റുള്ള ഐറ്റങ്ങളാണ്. കുറച്ച് ആൾക്കാരെ കൊണ്ട് മാത്രം സാധിക്കുന്നില്ല. പക്ഷേ ഇതിനകത്ത് നാനാ ജാതി മതസ്ഥരെല്ലാം തന്നെ ഈ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇവിടെ തന്നെ ദക്ഷിണ കൊടുക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം എല്ലാ കാരണവന്മാരും. എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ നമ്മുടെ കുതിരയ്ക്കായിട്ട്? നമ്മുടെ കുതിരയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് മുടി. 13 കരയിൽ 2 കരയ്ക്ക് മാത്രമാണ് ഈ ഭദ്രാളി മുടി ഉള്ളത്. അതില് മറ്റേന്ന് വെച്ചാൽ മുടി അറിയാം പ്രൊഫൈലാണ്. നമ്മളല്ലാതെ തന്നെ ക്ഷേത്രത്തിന്റെ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ ഉള്ളത്. തീർച്ചയായിട്ടും എന്താണ് ഇത്തവണ നമുക്ക് ഗംഭീരമാക്കണം അല്ലേ? അടിപൊളിയാക്കണം. ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു കുംഭഭരണി ആയിരിക്കണം. ക്ഷീണം തീർക്കണം. എല്ലാം തീർത്ത്
അടിപൊളിയായിട്ട് നമുക്ക് പോകാം. മുമ്പോട്ട് പോകണം. ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് ഞങ്ങളോടൊപ്പം ഉണ്ട്. സുധീരനാ, എല്ലാവരും ഒറ്റ മിനിറ്റ്. അദ്ദേഹത്തിന്റെ എത്ര നാളത്തെ അധ്വാനമാണല്ലേ, ഒരു ദിവസമായിട്ട് ഉറക്കളയ്ക്കുന്നല്ലേ? അതിന്റെ ഒന്ന് പറഞ്ഞേ എങ്ങനെയാ കാര്യങ്ങളൊക്കെ? ഇപ്പം എല്ലാ ദിവസവും രാത്രിയും പകലുമായിട്ട് നമ്മൾ ചെയ്യുകയാണ്. പിന്നെ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാം. എല്ലാ കരക്കാരും അതേപോലെ തന്നെ നേരത്തെ തന്നെ ചെയ്യുക. എല്ലാം ഇപ്പൊ 2 കരക്കാർ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇനിയിപ്പം ഉടൻ തന്നെ പിടിക്കാനായിട്ട് തുടങ്ങുക. നമ്മുടെ ഇനി വരാനുള്ള ഇതുവഴി വരാനുള്ള ഭീമനും അനുമാനമാണ്. ഭീമനും ഹൈമാനും തൊട്ട് പുറകെ വരും. അപ്പം ഇന്ന് ഇത്തവണ കുംഭഭരണി ഗംഭീരമാണ്. 13 കരയെ സംബന്ധിച്ചോളം അറിയാമല്ലോ, ആ ഒരു ഐക്യം നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ്. നമ്മൾ ഈ തീരുമാനിച്ച ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ തേടുവാണെങ്കിൽ ആ 12 കരകളും നമ്മളെ വന്ന് സഹായിച്ച് കൃത്യസമയത്ത് തന്നെ ദീപാരാധന നടത്താനുള്ള എല്ലാ ക്രമീകരണങ്ങളും കൺവെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട്, പ്രാർത്ഥന, ഇതൊന്നു മാത്രമാണ് നമുക്ക് വേണ്ടത്. അതാണ് ഒരു വലിയൊരു അധ്വാനമാണ്. കാരണം കായികമായ അധ്വാനം ഒരു തരത്തിൽ, ശാരീരികമായ അധ്വാനം എന്ന് പറയുന്നത് അത് മാത്രമല്ല, ദിനരാത്രങ്ങൾ, ഇവരുടെ എത്രയോ ദിനരാത്രങ്ങൾ ഇവിടെ. എന്താ പറയാനുള്ളത്? പുള്ളിക്കാരാണ് പറയാനുള്ളത്. ഞാൻ എല്ലാ വർഷവും ഇത് കാണാൻ വരുന്നതാണ്. അമ്മയുടെ കാരണത്തിൽ ഇത് തേര് കാണാൻ ഭാഗ്യം ഉണ്ടായത് ഈ വർഷം അമ്മ തന്നത് ഏറ്റവും പുണ്യമായിട്ട് ഞാൻ കാണുന്നു. എല്ലാ വർഷവും പറഞ്ഞു കാണാൻ വരും. വരും, എല്ലാ വർഷവും വരും. അപ്പൊ അമ്മയുടെ ഈ കാരണത്തിൽ കുതിര പിടിക്കണ്ടേ? കുതിര പിടിക്കും. ചെറിയ അധ്വാനമല്ല. ഈ വർഷം കുതിര പിടിക്കാനാണ് വന്നത്. ഇതില് ഇത് അമ്മയുടെ അനുഗ്രഹം കിട്ടും. അതിന് വേണ്ടി വന്നത്. അതാണ് ഈ പറയുന്നത്. ഇത് നമുക്ക് ദൃശ്യങ്ങൾ നമുക്ക് വളരെ കൃത്യമായി കാണാം. എത്ര വലിപ്പമുള്ള ഒരു നിർമ്മിതിയാണ് എന്ന് കൂടി ആലോചിക്കണം. അത്രയും പൊക്കമുള്ള, നമ്മളൊക്കെ ഓണാട്ടുകാരക്കാർ പറഞ്ഞ കൊന്നത്തെങ്ങിന്റെ പൊക്കമുള്ള ഒരു നിർമ്മിതി, ഇത്രയും താഴെയുള്ള നിർമ്മിതി വളരെ കെട്ടുവൃത്തിയായി, വളരെ ഭംഗിയായി തൂക്കും മറ്റുമൊക്കെ ചേർത്ത്, പ്രഭട ചേർത്ത്, ഏറ്റവും താഴെ പേളയ കരയോഗത്തിന്റെ പേരും എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഇത് വലിച്ച് 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ അകലെയുള്ള കാഴ്ചക്കണ്ടത്തിലെത്തുന്ന ഒരു കാഴ്ച. അത് വളരെ എന്താ പറയുക, അതിനൊരു വലിയ ചാരുതയാണ്, മനുഷ്യരുടെ അധ്വാനമാണ്, ദേവിയോടുള്ള വല്ലാത്ത പ്രീതി, ചെട്ടികുളങ്ങര അമ്മയ്ക്കുള്ള ഈ പേള കരയുടെ സമർപ്പണം എന്ന് പറയും. ഇതുപോലെയാണ് 13 കരക്കാരും ഇത്തരത്തിൽ സമർപ്പണം നടത്തുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. എന്താണ് ഇതിന്റെ ഒരു വലിയ അധ്വാനം? എന്താണ്? വലിയ അധ്വാനമല്ലേ? വലിയ അധ്വാനമാണ്. മറിച്ച് ഒരു ഏഷ്യയിലെ ഏറ്റവും വലിയൊരു സംഭവമായിട്ടാണ് ഞാനിത് കാണുന്നത്. അത് ഇപ്പോഴും അത് പാരമ്പര്യമായിട്ട് കൊണ്ടുനടക്കുന്നതിൽ വളരെ സന്തോഷമാണ്. പുതിയ തലമുറ പോലും ഇങ്ങോട്ട് കടന്നു വരുന്നുണ്ട് അല്ലേ? പുതിയ തലമുറക്കാർക്കും ആവേശമാണ്. പഴയ തലമുറ കഴിഞ്ഞാലും പുതിയ തലമുറ ഏറ്റെടുക്കും. ഓക്കെ, ഉറപ്പല്ലേ? ഉറപ്പായിട്ടും. പക്ഷേ അതാണ് തിരുവിതാംകൂറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഓണാട്ടുകാരുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതാണല്ലേ നമ്മുടെ ഈ നമ്മൾ വിചാരിക്കും ഒരു തലമുറ കഴിയുമ്പോൾ ഇതിന്റെ ഒരു ഗാംഭീര്യം കുറയുമെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനല്ല. തീർച്ചയായിട്ടും ഓരോ കാലം കഴിയുന്നതോടെ അത് ജാതി മത ഭേദമന്യേ ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. യാതൊരു മാറ്റങ്ങളും ഇതിനകത്തില്ല. ഭംഗിയായിട്ട് കാര്യങ്ങളെല്ലാം മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു ദേശത്തിന്റെ അല്ലെങ്കിൽ ഒരു നാടിന്റെ കൊച്ചുകുട്ടികള് എത്ര പേരാണ്? നിങ്ങളെ പേളയുടെ ആളുകളാണല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇങ്ങനെ വരാനും ഇതൊക്കെ പിടിക്കാനും ഒക്കെ? നിങ്ങളൊക്കെ ആദ്യം മുതലേ ഉണ്ടോ ഇവിടെ? ഇതിലൊക്കെ താല്പര്യപ്പെടുന്നവരാണോ? ഇവിടാണോ? സ്കൂളിലൊന്നും പോകണ്ടേ? അപ്പൊ പിന്നെ ഇപ്പൊ സാറുമാരോടൊക്കെ പറഞ്ഞോ കുതിര കെട്ടാൻ വന്നത്? ഇവിടെ ഈ സ്കൂൾ, ചെറിയ സ്കൂൾ അല്ലേ? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? മോനോ? അപ്പോൾ നിങ്ങള് ഇതിനോട് വലിയൊരു ആവേശമാണ്. ഈ ഇന്റർനെറ്റിന്റെ മൊബൈലിന്റെ ഒക്കെ സമയമല്ല. അപ്പോൾ ഈ കുതിര പിടിക്കുക, ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്നൊക്കെ പറഞ്ഞ പ്രയാസമൊന്നുമില്ല, സന്തോഷമാണ്. എന്താ അതിന്റെ പിന്നിലുള്ളൊരു വികാരം? എന്താ രാത്രി എന്താ പരിപാടി? ചെന്ന് കഴിഞ്ഞാ അമ്പലത്തിൽ പോകും രാത്രി? ഇന്നവിടെ കിടക്കുവോ? അല്ല, ഇന്ന് അവിടെ കിടക്കും. നാളെ രാവിലെ തിരിച്ചു വരത്തുള്ളൂ. വല്ലതും കഴിക്കണ്ടേ? ഏത് മാമാര്? എല്ലാവരും മേടിച്ചുതരും. ആവശ്യപോലെ മേടിച്ചുതരും. എല്ലാ സാധനവും. സന്തോഷമാണ്. അടുത്ത ആഘോഷം വരുമല്ലേ, മീനഭരണി. കൊച്ചുകുതിരയുണ്ട്. ശരി. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ കുറെ ദിവസങ്ങളായിട്ട് ഇതിന്റെ പുറകെയാണ്. അപ്പൊ ഈ ചേട്ടന്മാരെ, ഈ പഴയ ആൾക്കാരൊക്കെ മാറിയാൽ നിങ്ങളൊക്കെ ഏറ്റെടുക്കും അല്ലേ? നിങ്ങൾ ഇതിനെല്ലാം കിട്ടും. എന്താ ഇത് കാണുമ്പോൾ തോന്നുന്നത്? ഇത്ര വലിയൊരു കെട്ടുകാഴ്ച, അത് വലിപ്പത്തില് നമ്മുടെ അമ്പലത്തിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്നു. എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ അച്ഛനമ്മമാരുടെ കാലം വരെ, ഒരുപാട് അപ്പന്മാരുടെ കാലം വരെ കാണുന്നുണ്ട് അല്ലേ? അപ്പൊ കാണുമ്പോൾ തോന്നുന്നത് എന്താ? ഒരു ഭക്തിയാണോ, താല്പര്യമാണോ, എന്താണ്? ഭക്തിയുണ്ട്, രണ്ടുമുണ്ട്. അതാണ് പ്രത്യേകത. അതാണ് ഈ നമ്മൾ ഈ പുതിയ തലമുറ പല കാര്യങ്ങളിൽ നിന്നും പുറകോട്ട് പോകുന്നെന്ന് പറയുമ്പോഴും ഇവരുടെ ഒരു ഇതുമായി ബന്ധപ്പെട്ട അധ്വാനമുണ്ട്.
അവരുടെ താല്പര്യങ്ങളുണ്ട്. അതൊക്കെ വലിയ തോതിൽ ഇപ്പൊ നോക്കൂ, ഇപ്പോൾ പുതിയ കുതിരയെ പിടിക്കാനുള്ള സംഭവവുമായി ബന്ധപ്പെട്ട നാസിക് ഡോള് പോലെയുള്ള പുതിയ സാങ്കേതിക സംവിധാനങ്ങളൊക്കെ വന്ന് അവരത് പൊളിക്കുകയാണ്. പരമാവധി കുംഭഭരണി പൊളിക്കുക എന്ന് പറയും. ആ തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നമുക്ക് ദൃശ്യങ്ങളിലേക്കൊന്ന് പോവാം. ഇത്തവണത്തെ ഭരണനാളിന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം മറ്റൊന്നുമല്ല, അത് ഈ അശ്വതിയും ഭരണിയും ഒരുമിച്ച് വന്നൊരു ദിവസമാണ്. ഈ അശ്വതി മഹോത്സവവുമായി ബന്ധപ്പെട്ടുള്ള കാളകെട്ടാണ് നടക്കുന്നത്. അതും ദേവിക്കുള്ള ഒരു പ്രധാനപ്പെട്ട വഴിപാടാണ്. അതുമായി ബന്ധപ്പെട്ട് ഒരുമിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഈ വടം വെച്ചാണ് കുതിര ഇത്രയും ദൂരം പിടിച്ച് 1.5 കിലോമീറ്ററോളം അകലെയുള്ള ക്ഷേത്ര സന്നിധിയിലേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇത് വളരെ ആയാസകരമായ ഒരു കാര്യമാണ്. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ രാവിലെ മുതൽ കുംഭഭരണി ഓണാട്ടുകരയിൽ ആഘോഷിക്കുകയാണ്. വലിയ ഒരു അധ്വാനമാണല്ലേ ഇത്? അതെ, തീർച്ചയായും വലിയ അധ്വാനമാണ്. ഇത് അങ്ങ് വരെ കൊണ്ടുപോകാന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെ. എത്ര പേര് പങ്കെടുക്കും ഇതില്? അത് നമുക്ക് എണ്ണം പറയാൻ പറ്റത്തില്ല. ഒരിക്കലും എണ്ണം പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. എല്ലാവരും അല്ലേ? ഭക്തരും ഉണ്ടാവും, കരക്കാരും മാത്രമല്ല, വെളിയിൽ നിന്നുള്ളവരും കാണും. ആഗ്രഹത്തിന് വടം പിടിക്കുന്ന വലിയ ആഗ്രഹം. ഒരു ഭക്തിയുടെ ഒരു ലക്ഷണം കൂടാണ്. തീർച്ചയായിട്ടും ഈ മുടി ഇരിക്കുന്നതുകൊണ്ട് ഇതിന് വേറെ 1-ാം കരയ്ക്കും 7-ാം കരയ്ക്കുമാണ് മുടിയുള്ളത്. അത് ശരി. ഇരയുടെ തെക്കും പേളി. നമ്മൾ എത്ര സമയം എടുക്കും നമ്മൾ അമ്പലത്തിൽ ചെല്ലാൻ? അത് നമ്മൾ ചെന്നാലും നമ്മുടെ മുമ്പുള്ള കരക്കാർ ഇറങ്ങിയാലും ഓരോ കരക്കാരെ ഓർഡർ ആയിട്ടാണ് നമുക്ക് ഇറങ്ങി. 1-ാം കര, 2-ാം കര, അങ്ങനെയാണ്. നമ്മൾ 7-ാം കരയാണ് പേളാന്ന് പറഞ്ഞത്. 6-ാമത്തെ കര ഏറി കഴിഞ്ഞ ശേഷമേ നമുക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. എന്തായാലും എല്ലാ അമ്മയുടെ അനുഗ്രഹങ്ങളും കിട്ടട്ടെ അല്ലെ? ഇതാണ് ഈ വലിയൊരു ആവേശത്തോടു കൂടിയാണ് അവരെല്ലാം ഇത്തരം കാര്യങ്ങളോട് പ്രതികരിക്കുന്നത് എന്നുള്ളതാണ്. അത് വലിയൊരു സംഭവമാണ്. അതായത് ചേട്ടാ, നമ്മുടെ ഭരണി അങ്ങനെ തകർക്കുകയാണല്ലേ? ഇത്തവണ കുറച്ചുകൂടെ വലിയ ആവേശമാണെന്ന്. തീർച്ചയായിട്ടും. കാരണം ഇപ്രാവശ്യം ഞങ്ങളുടെ ഓണാട്ടുകാരക്കാരുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ്. ഓണം അല്ലേ? ഞങ്ങളുടെ ഓണത്തിനെക്കാട്ടിൽ ഈ ഓണാട്ടുകാരക്കാർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നതാണ് കുംഭഭരണി എന്ന് പറയുന്നത്. ഇവിടെ ഒരു ജാതി മത ഭേദമൊന്നുമില്ലാതെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഒരേ മനസ്സോടുകൂടി ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് കുംഭഭരണി. അപ്പൊ അതിന്റേതായ ഒരു ത്രില്ലിലാണ് ആളുകൾ. ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ ഈ അമ്പരചുംബികളായി കെട്ടുകാഴ്ചകളെല്ലാം കൂടെ ക്ഷേത്രാങ്കണത്തിൽ അമ്പരചുംബികളാണ്. യുനെസ്കോ അംഗീകാരം കിട്ടിയ ഏഷ്യയിലെ ഏറ്റവും വലിയ കെട്ടുത്സവങ്ങളിൽ ഒന്നാണ് ചെട്ടികുളങ്ങര കുംഭഭരണി എന്ന് പറയുന്നത്. ഈ കെട്ടുകാഴ്ചകൾ ഇത് ഏഷ്യയിൽ ഈ ചെട്ടികുളങ്ങരയിൽ മാത്രമേ ഉള്ളൂ. അതാണ് പറഞ്ഞ ഈ നാടിന്റെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് ഈ കെട്ടുകാഴ്ച എന്ന് പറയുന്നത്. ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ ഈ 7 ദിവസത്തെ അധ്വാനത്തിന്റെ ഫലമായി കരക്കാരുടെ ബിരുദന്റെയും അതുപോലെ കായികാധ്വാനത്തിന്റെയും, അതായത് ഈ കെട്ടുകാഴ്ചയിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തിലെ ഇരുമ്പിന്റെ ഒരു അംശം പോലും ഇല്ല. എല്ലാം തടിയിലും കയറിലും
അതുപോലെ തന്നെ ഈ കമുകിന്റെ അലകിലും ഒക്കെ നിർമ്മിച്ചേക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെതായ ഒരു പ്രത്യേകത ഇതിനുണ്ട്. അതാണ് നമുക്ക് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓണാട്ടുകരയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കെട്ട് ഉത്സവം എന്ന് പറയുന്നതിന് ഇത് ഈ ഐതിഹ്യമാണ്. ഇത് ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ നമ്മളിത് ക്ഷേത്രാങ്കണത്തിലേക്ക് ഇവിടുന്ന് കരക്കാരെ ആവാലപുരത്തും ജനങ്ങളും കൂടെ ഇത് ആഘോഷമായിട്ട് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകും. ജീവിത തണ്ടിലേറി എല്ലാ കെട്ടുകാഴ്ചയുടെയും മുന്നിൽ വന്ന് എഴുന്നള്ളും. അതിന് അനുഗ്രഹം. എത്ര മണിക്ക് മുമ്പ് എത്തണം അമ്പലത്തില്? അമ്പലത്തിൽ ഈ പ്രാവശ്യം പറഞ്ഞേക്കുന്നത് 4 മണിയാകുമ്പോഴത്തേക്ക് എല്ലാവരും എടുക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. 6 മണിക്ക് മുമ്പായിട്ടെങ്കിലും. കാരണം നിർഭാഗ്യവശാൽ കുറെ വർഷങ്ങളായിട്ട് പകൽ വെളിച്ചത്തിൽ കെട്ടുകാഴ്ചകൾ കാണാൻ നാട്ടുകാർക്ക് സൗകര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ പ്രാവശ്യമെങ്കിലും അതിനൊരു മാറ്റം വരുത്താനാണ് എല്ലാ കരക്കാരും സംയുക്തമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് ഉണ്ടാവും. അമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഈ പ്രാവശ്യം ഭംഗിയായിട്ട് നടത്താൻ കഴിയുമെന്നാണ് വിശ്വാസം. ഇനി അല്പസമയം കൂടി മാത്രമാണ് കുംഭഭരണി എന്ന വലിയ മഹോത്സവത്തിന് പരിസമാപ്തി കുറിക്കാനുള്ളത്. അതിനുള്ള തയ്യാറെടുപ്പുകളാണ് എല്ലാ കരക്കാരും. നമുക്ക് കുറെ ആളുകളെ ഇവിടെ ചെറുപ്പക്കാരായിട്ടുള്ള കുറെ ആളുകളെ ദൃശ്യങ്ങളിൽ കാണാം. ഒരുപാട് ആളുകളുണ്ട്. മക്കളെ, നിങ്ങളൊക്കെ ഭരണി കാണാൻ വന്നവരാ അല്ലേ? ഭരണി കാണാൻ വന്നവരാണോ? സെൽഫിയൊക്കെ എടുക്കുന്നു. എന്താണ് ഭരണിയെ കുറിച്ചുള്ള നിങ്ങളെ പുതിയ തലമുറക്കാർക്ക് എന്താ അഭിപ്രായം? ഭരണി കണ്ടോ? എന്തൊക്കെ കണ്ടു? ഇപ്പൊ ഒരാഴ്ചയായിട്ട് നമുക്ക് ആഘോഷമാണല്ലോ. കുതിരമുട്ട് കഞ്ഞി ഉണ്ടായിരുന്നു. അപ്പൊ അത് കുത്തിയോട്ടം ഇന്ന് രാവിലെ സമാപിച്ചു. ഇനി ഇത് ബാക്കിയുള്ളത് ഇനി കുതിരയെ പിടിക്കല് ഭീമം വരും. മോളെ എവിടെ? നാട് എവിടെയാ? ഞാൻ കോട്ടയംകാരിയാണ്. കോട്ടയംകാരിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. തലമുറ എങ്ങനെയുണ്ട് ഭരണി? ഭരണിയൊക്കെ അടിപൊളിയാണ്. എല്ലാ പ്രാവശ്യം വരാറുണ്ട്. എല്ലാ പ്രാവശ്യം വരുന്ന പോലെ വന്നതാ. ഇത്തവണ എന്താ പ്രത്യേകത വല്ലതും തോന്നിയോ? പ്രത്യേകത ആ ഒരു തിരക്ക് എല്ലാം വരാനുള്ള സമയം ആകുന്നേ ഉള്ളൂ. കുതിര കാണാൻ വന്നാല് എല്ലാവരും ഓടി രക്ഷപ്പെട്ടാണ്. താല്പര്യമൊക്കെയുള്ള ആൾക്കാരാണ്. നമുക്ക് അത്തരത്തിലാണ് കാര്യങ്ങൾ. അതായത് ഭരണി എന്ന വലിയ മഹോത്സവം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. വളരെ നയനമനോഹരമായ ദൃശ്യമാണ് കാണുന്നത്. അതായത് പേള കരയോഗത്തിന്റെ കുതിരയുടെ മുമ്പിൽ മനോഹരമായ 2 കാളകൾ, അത് ഈ അശ്വതിയും ഭരണിയും ചേർന്നുള്ള ഒരു സംവിധാനമാണ് നിറഞ്ഞിരിക്കുകയാണ്. അതായത് ദേവിക്കുള്ള സമർപ്പണമായി നടത്തുന്ന കെട്ടുകാഴ്ചകൾ, ഘോഷയാത്രകളൊക്കെ അതിന്റെ ഏറ്റവും സങ്കീർണമായ, ഏറ്റവും പ്രാധാന്യമുള്ള രീതിയിൽ തന്നെ നടത്തുന്നു എന്നുള്ളതാണ്. ഇവിടെ അതിന് മുൻപിൽ, കുതിരയ്ക്ക് മുന്നിൽ കെട്ടുകാഴ്ച കൊണ്ടുവരുന്നു, അവർ അതിനു മുമ്പിൽ സമർപ്പിക്കുന്നു, അതിനുശേഷം മടങ്ങുകയാണ്. ദൃശ്യങ്ങളിൽ കാണാം എത്ര മനോഹരമാണ്, എത്ര വലിയ അധ്വാനമാണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. എല്ലാവരും അവരുടെ സമർപ്പണം എന്നുള്ളത് അത് ദേവിയുമായി ബന്ധപ്പെട്ടാണ്, ഭക്തിയുമായി ബന്ധപ്പെട്ടാണ്. അതിന്റെ പാരമ്യമാണ് ഓണാട്ടുകരയിൽ കാണുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ, ഇവരൊക്കെ ചെറുപ്പക്കാരാണ്, പലതരത്തിലുള്ള തൊഴിലുകൾ ഏർപ്പെട്ടിരിക്കുന്നവർ. പക്ഷേ ഈ ദിവസം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട സമയങ്ങളിലൊക്കെ അവര് ഇതിനുവേണ്ടി മാറ്റിവെക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ അശ്വതിയും ഭരണിയും ചേർന്നുള്ള ഒരു മഹനീയമായ ഒരു ദിവസമാണ്. അവിടെ ഈ കെട്ടുകാഴ്ചകൾ ഉണ്ടാകും. ഇത് പേള കരയോഗത്തിന്റെ കെട്ടുകാഴ്ചയ്ക്ക് മുന്നിലേക്ക് അശ്വതി മഹോത്സവത്തിന്റെ ഭാഗമായുള്ള കെട്ടുകാഴ്ചയെ കൊണ്ടുവരുന്നു, അവിടെ സമർപ്പിക്കുന്നു, അതിനുശേഷം മടങ്ങുന്നു. അതിലൊന്നും തർക്കമില്ല, ബഹളമില്ല, പ്രശ്നമില്ല. വളരെ അച്ചടക്കത്തോടെ തന്നെ കാര്യങ്ങൾ നടത്തുന്നതാണ്. ഇത് അശ്വതിയും ഭരണിയും ഒരുമിച്ചായിരുന്നു അല്ലേ? അശ്വതിയും ഭരണി ഒരുമിച്ചായിരുന്നു. അപ്പൊ കാള വന്ന് ഇന്ന് സാധാരണ അങ്ങനെ സംഭവിക്കില്ല. പല ദിവസമല്ലേ വന്നു പോകുന്നത്? 3 കരക്കാരും ഒന്നിച്ചും ഒന്നിച്ചും അങ്ങനെ വന്നു. അതാണ് അതിന് പ്രത്യേകത. അതാണ് ഈ പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെയുണ്ട് കാര്യങ്ങള്? സമയത്തെല്ലാം എത്തും. നമ്മുടെ കേടുകളെല്ലാം തീർക്കും. അപ്പൊ ഇപ്പൊ ഇറങ്ങും 4 മണി. 4 കഴിഞ്ഞു. കാലത്ത് സമയം കുറെ ആയി. നമുക്ക് 8 മണിക്ക് മുമ്പ് എത്തിക്കണം. അത് ഉടനെ മാറും. ആളുകൾ ആവശ്യം പോലെ ചെറുപ്പക്കാരും ഒക്കെ ഉണ്ടല്ലോ, ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേരെല്ലാം സഹകരിക്കുന്നുണ്ട്. അങ്ങനെയാണ്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അതായത് ഈ മഹോത്സവത്തിന് അതിന്റെ ഒരു പ്രാധാന്യം എല്ലാവരും ഉൾക്കൊള്ളുന്നുള്ളത് അത് പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറുന്നതാണ്. ഇത് നമുക്ക് ദൃശ്യവിസ്മയമാണ് കെട്ടുകാഴ്ച, നയന ചാതുരിയാണ്. നമുക്ക് രാത്രി കുറച്ചൊരു കഴിയുമ്പോഴാണ് അതിന്റെ ഒരു പൂർണ്ണമായ ഭംഗിയിലേക്ക് എത്താൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. അല്പസമയത്തിനകം ഈ കെട്ടുകാഴ്ച കാഴ്ചക്കണ്ടത്തിലേക്ക് തിരിക്കുകയും ചെയ്യും. നമുക്ക് ആ ദൃശ്യങ്ങളിൽ ആ നയന മനോഹരമായ കാര്യങ്ങൾ തുടരാം വരും മണിക്കൂറുകളിലും. ഏതായാലും തൽക്കാലം നമ്മൾ മറ്റു വാർത്തകളിലേക്ക് ഈ പ്രത്യേക പരിപാടി അവസാനിപ്പിക്കുകയാണ്. തിരിച്ചു വരാം ഈ കുംഭഭരണിയുടെ കാഴ്ചകളുമായി വരും ബുള്ളറ്റിനുകളിൽ. ചെട്ടിക്കുളങ്ങര കുംഭഭരണിയുടെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടത്. കെട്ടുകാഴ്ചകൾ കാഴ്ചക്കണ്ടത്തിലേക്ക് അല്പസമയത്തിനകം എത്തുമെന്നാണ് രഞ്ജിത്ത് രാമേന്ദ്രൻ നൽകുന്ന റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കുന്നത്.